ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എല്ലാവരും കോഴികളെ വളർത്തുന്നവരാണല്ലേ. കോഴികളെ പല ടൈപ്പിൽ എല്ലാവരും വളർത്താറുണ്ട്. നാടൻ കോഴി വളർത്താറുണ്ട്, മുട്ടക്കോഴി വളർത്താറുണ്ട്. അപ്പോൾ പലതരം ടൈപ്പ് എല്ലാ കോഴികളും നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ഏത് വളർത്തുന്നതാണ് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത്, ചെലവ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. നാടൻ കോഴിയെ വളർത്തുന്നവരുണ്ട്, അതുപോലെ കോഴിയെ വളർത്തുന്നവരുണ്ട്. മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്രാമപ്രിയ ഉണ്ടാവും, ഗ്രാമശ്രീ ഉണ്ടാവും, കൈരളിക്കോഴി ഉണ്ടാവും, അതിൽ BB3 കോഴികൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് മുട്ടയ്ക്ക് മാത്രമായിട്ട് വളർത്തുന്ന കോഴികളുണ്ട്. പിന്നെ നമ്മൾ നാടൻ കോഴിയുണ്ട്, മുള്ളൻ കോഴി, അതുപോലെ പാലക്കാടൻ നാടൻ, അങ്ങനെ നെക്ക് അങ്ങനെ കുറച്ച് നാടൻ ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളുണ്ട്. അപ്പൊ ഇവയിൽ ഏത് വളർത്തുന്നതാണ് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നത്, പിന്നെ എന്തൊക്കെ ഡിഫറെന്റ് ആണ്, ഇവർ തമ്മിൽ എന്തൊക്കെയാണ് നമുക്ക് വ്യത്യാസങ്ങളുണ്ടെന്ന് നോക്കാം. നാടൻ കോഴി, നമുക്ക് നാടൻ കോഴിയിൽ തുടങ്ങാം. നമ്മൾ കൂടുതൽ നാടൻ കോഴിയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് നാടൻ കോഴിയിൽ തന്നെ തുടങ്ങാം. നാടൻ കോഴി നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പറയാൻ കഴിയുന്ന കാര്യം വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ അടയിരുത്താൻ പറ്റും. കോഴികളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് വാങ്ങിക്കുന്ന കാര്യം കൂടിയാണ് അടയിരിക്കുന്ന കോഴി. അത് എല്ലാവർക്കും ഇപ്പൊ വളരെ കുറവാണ്, റെയർ ആണല്ലേ. അപ്പൊ എല്ലാവരും ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു കോഴി തന്നെയാണല്ലേ നാടൻ കോഴി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നാടൻ കോഴി. നാടൻ കോഴീനെ ഒരുപാട് പേര് അടയിരിക്കുന്ന കോഴികളെ ചോദിച്ച് തന്നെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നോക്കുമ്പോൾ ശരിക്കും നാടൻ കോഴിക്ക് ഇപ്പൊ നല്ല മാർക്കറ്റിംഗ് ഉള്ള ടൈമാണ്. പിന്നെ അതുകൂടാതെ മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ, മുട്ടക്കോഴി എന്ന് വെച്ചാൽ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപാദനത്തിനും മുട്ടക്കോഴി തന്നെയാണ് ഏറ്റവും നല്ലത്. മുട്ടയാണ് നമുക്ക് ആവശ്യം. മുട്ട കൊണ്ട് വരുമാനം നേടാനാണെങ്കിൽ നമുക്ക് മുട്ടക്കോഴിയാണ് ഏറ്റവും നല്ലത്, അല്ലെ. അപ്പൊ മുട്ടക്കോഴി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാണ് ഈ അടയിരിക്കുന്ന കാര്യം തന്നെയാണ്. മറ്റേത് നമുക്ക് അടയിരിക്കും, മുട്ട കുറച്ച് കിട്ടുള്ളൂ. നമുക്ക് ഒരു വർഷം ഒരു 90-100 മുട്ടയ്ക്ക് ഒരു കോഴിക്ക്, നാടൻ കോഴിക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്ക് BB3 കോഴികൾ, ഗ്രാമശ്രീ കോഴികളൊക്കെ ഏകദേശം ഒരു 250 മുതൽ 300 വരെയുള്ള മുട്ടകൾ ഒരു വർഷം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വെച്ചാല് ഈ നാടൻ കോഴികൾ എന്ന് വെച്ചാൽ ഒരു 5-6 വർഷത്തോളം നമുക്ക് അതുങ്ങളെ വളർത്തിയെടുക്കാം. പക്ഷേ ഗ്രാമശ്രീ, BB3 അതുപോലുള്ള മുട്ടക്കോഴികൾ നമുക്ക് ഏകദേശം ഒരു വർഷം 2 വർഷമേ അവർക്ക് ഏകദേശം ആയുസ്. ഒരു വർഷം 2 വർഷം, ചില കോഴികൾ ഒരു വർഷവും ചില കോഴികൾ 2 വർഷമാണ് ഉള്ളത്. ആ 2 വർഷം കഴിയുമ്പോൾ പിന്നെ മുട്ട കുറയും. പിന്നെ അവർക്ക് നമ്മൾ ഇറച്ചിക്കാണ് അത് ഉപയോഗിക്കുന്നത്. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണം, അല്ലെ. അപ്പൊ ഒരു വർഷത്തോളം നമുക്ക് മാക്സിമം നല്ല മുട്ട കിട്ടുകയും പിന്നീട് നമുക്ക് ഇറച്ചി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ബെനിഫിറ്റ്, നമുക്ക് ഒരു വർഷം നല്ലപോലെ മുട്ട കിട്ടുമല്ലോ. മുട്ട കിട്ടിയ ശേഷമല്ലേ നമ്മൾ ഇറച്ചി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇറച്ചിക്കാർക്ക് കൊടുത്താലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ 2 കിലോ 2.5 കിലോ ഒക്കെ വെയിറ്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല മീറ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനും നാടൻ വളർത്തിയെടുത്ത ബ്രോയിലർ കോഴി അല്ലാണ്ട് ഇങ്ങനെയുള്ള നമുക്ക് കോഴികളൊക്കെ ഇറച്ചിക്ക് കടകളിൽ അതിനും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ 2 വ്യത്യാസങ്ങളുണ്ട്. പിന്നെ BB3 കോഴി വെച്ചാൽ മുട്ടക്കോഴികളാണ് ട്ടോ എല്ലാവരും ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള മുട്ടക്കോഴികൾ നമുക്ക് കൂട്ടിൽ തന്നെ അടച്ചു വളർത്തണം, അല്ലെ. അടച്ചു വളർത്തണം. പിന്നെ അത് മാത്രമല്ല, ലെയർ മാഷ് എന്ന നമ്മുടെ കമ്പനി തീറ്റ തന്നെ അവർക്ക് കൊടുക്കുകയും വേണം. നമ്മൾ അതിൻ്റെ അകത്ത് കൊച്ചു കൊച്ചു ഉഡായിപ്പുകളോ അല്ലെങ്കിൽ കൊച്ചു തീറ്റകളോ ഉറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട കുറയാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ലെയർ മാഷ് എന്താണെങ്കിലും അതിന് മസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഭക്ഷണങ്ങൾക്ക് ഉൾപ്പെടുത്താം. നമുക്കിപ്പോൾ പുല്ല് ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ തവിട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കുറേശ്ശെ മാത്രം ഉൾപ്പെടുത്താം. അല്ലാണ്ട് നമുക്ക് നാടൻ കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ അതുങ്ങൾ നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്ന് വിട്ട് അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്ത് കിടക്കുക, ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ പുല്ലൊക്കെ കഴിച്ച് നടക്കും, പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഈ ഗ്രാമശ്രീ കോഴികൾക്ക് നമുക്ക് അങ്ങനെ, ഗ്രാമശ്രീ എല്ലാ മുട്ടക്കോഴികൾക്ക് ഉൾപ്പെടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഫുഡ്, ക്വാളിറ്റി ഫുഡ് കൊടുത്താലേ നമുക്ക് അതിനോടുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ നല്ല മുട്ട കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കോഴികളെ കൊണ്ട് നമ്മൾ തുറന്നു വിട്ട് വളർത്തിയിട്ട് അതുങ്ങൾക്ക് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് ഫുഡ് ചിലവ് കുറക്കാമെന്നൊക്കെ പറഞ്ഞ് തുറന്നു വിട്ട് വളർത്തി കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണ മുട്ടയൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും, മുട്ടക്കാണോ നമ്മൾ വളർത്തുന്നത് മുട്ടക്കോഴികളെ, BB3 കോഴികളൊന്നും ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് തുറന്നിടാൻ പറ്റില്ല. എല്ലാം നല്ല ഹൈടെക് കൂടുകളിൽ തന്നെ വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ മുട്ടക്കോഴികളെ 2 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്ന്, അടയിരിക്കത്തില്ല.
പിന്നെ നമുക്ക് തീറ്റ നല്ല മസ്റ്റായിട്ട് കമ്പനി തീറ്റ തന്നെ അവർക്ക് കൊടുക്കുകയും വേണം. നമ്മുടെ നാടൻ കോഴിക്കാവുമ്പോഴും നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡിന്റെ കൂടെ മിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കണേ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഞാൻ പറയണ അരിയും ചോറും ഒക്കെ വളരെ നാടൻ കോഴിക്കാണെങ്കിലും ഏത് കോഴിക്കാണെങ്കിലും നിങ്ങൾ കുറച്ച് ഒരു ലേശമൊക്കെ കൊടുക്കുന്ന കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് കൊടുക്കരുത്. അരിയാണെങ്കിലും നിങ്ങൾ വെറുതെ വേവിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കരുത്. വെറുതെ നെയ്മുറ്റി പോവും. വീണ്ടും സബ്ജക്റ്റിലേക്ക് തന്നെ വരുത്. ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ്. നമുക്ക് വീണ്ടും വരാം. വെച്ചാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കോഴികളാണ് ഉള്ളത്. നാടൻ കോഴികളാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും അല്ലെ. നല്ല നെക്കിനും കാപ്പിരിക്കൊക്കെ നല്ല ഡിമാൻഡായുള്ള മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ. നമുക്കാണെങ്കിലും അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ കോൾസ് അത് ചിലപ്പോൾ 10 ഉള്ളെങ്കിൽ നമുക്കൊരു ആ 10 കോഴിക്ക് വേണ്ടി നമുക്ക് വിളിക്കുന്നവർ കൈയും കണക്കുണ്ടാവില്ല. ഒരു 10-25 പേരെങ്കിലും 25-30 പേരെങ്കിലും ആ ഒരു 10 കോഴിക്കും വേണ്ടി നമ്മൾ വിളിക്കും. അങ്ങനെ കോൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു തൊപ്പി കോഴിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു കോഴിക്ക് വേണ്ടി എത്ര പേര് വിളിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കോഴികൾക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഈ ഗ്രാമശ്രീ കോഴികൾ നമ്മൾ ഒരുപാട് വിട്ടാന്ന് വെച്ചാൽ അതിനേക്കാളും നമുക്ക് കോൾസ് വരുന്നതും നമ്മൾക്ക് വാങ്ങിക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം നാടൻ കോഴി, അതുപോലെ മുള്ളൻ കോഴി, നേക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിന് തന്നെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ഇഷ്ടം. അപ്പൊ ഞാൻ നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് നാടൻ കോഴികളെ തന്നെയാണ്. നാടൻ കോഴികളാകുമ്പോൾ നമുക്ക് അവരെ മുട്ട വെച്ച് വിരിയിച്ച് അവരെ കുഞ്ഞുങ്ങളെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. പിന്നെ അതുമല്ല ആൾക്കാർ തിരക്കി വരുന്നത് നാടൻ കോഴി മുട്ടയുണ്ടോ എന്നാണ് ചോദിച്ചിട്ടാണ്. വിവിധ കോഴിമുട്ടകളും അതുപോലെ തന്നെ ഗ്രാമശ്രീ മുട്ടകളും കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ നമുക്ക് നാടൻ മുട്ടകൾ ഇപ്പൊ കിട്ടൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാടൻ മുട്ട തിരക്കി അന്വേഷിച്ച ആൾക്കാർ വരും. നല്ല നാടൻ മുട്ട ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് മുട്ടയും നമുക്ക് ലാഭത്തിൽപ്പെടാം. അതുപോലെ തന്നെ തീറ്റ നമുക്ക് കുറച്ച് മതി. പൊരുന്നിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ലപോലെ സെയിൽ ചെയ്യാൻ പറ്റും. ഈ മുട്ടക്കോഴികൾ വെച്ച് ഇതൊന്നും നമുക്ക് പറ്റില്ല. മുട്ടക്ക് നമുക്ക് ഇതുപോലെ 1-2 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നല്ല മുട്ട കിട്ടും. ആ മുട്ട നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ അത് ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ അറക്കാം എന്നുള്ള പരുവത്തിലാണത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോഴികളുണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ എത്തുള്ളൂ. ഗിരിരാജനൊക്കെ ആണെങ്കിൽ ഏകദേശം 2 വർഷം, അങ്ങനെ ഗ്രാമശ്രീക്ക് ആണെങ്കിൽ 2 വർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വളർത്താൻ ഏറ്റവും നല്ലൊരു ഐറ്റം നാടൻ കോഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പലർക്കും പല രീതിയായിരിക്കും, പല ഇഷ്ടങ്ങളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാഭം ഏറ്റവും കൂടുതൽ നാടൻ കോഴിക്കായിട്ടാണ് തോന്നുന്നത്. പിന്നെ പുള്ളിക്കോഴി നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. പുള്ളിക്കോഴിക്ക് നാടൻ കോഴിയേക്കാളും ഡിമാൻഡ് കൂടിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ പുള്ളിക്കോഴീനെയൊക്കെ ആണെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വളർത്തുക. അപ്പോൾ അവർക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്യാം. കുഞ്ഞുങ്ങളെ നമുക്ക് സെയിലിംഗ് ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അപ്പം തന്നെ സെയിലിംഗ് ആവും. അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ നല്ല കോഴികളെ വാങ്ങിച്ച് വളർത്തി സെയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.